രാവിലെ തന്നെ മുറ്റത്ത് പരിപാടി. റംബുട്ടാൻ പഴുത്തോ? ഞാൻ ഓൾറെഡി കുറച്ച് താഴെ. എന്നെ കൊറേ നീറ് വന്നാക്കി. നീറിന് ജമ്പടിക്ക്. എല്ലാവരുടെയും വീട്ടിൽ നീറ്, കട്ടുറുമ്പ്, ഉറുമ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്നറിയോ? നമ്മളുടെ വളമൊക്കെ വിൽക്കുന്ന കടയിൽ ജമ്പെന്ന് പറയുന്നൊരു സാധനം കിട്ടും. അത് നമ്മൾ ഇത്ര ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ കുപ്പി വെക്കുക. എന്നിട്ട് നീറുള്ളിടത്ത് അടിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ പറയുന്ന ഒരു 5 വർഷത്തേക്ക് വരത്തില്ല. ഞങ്ങൾ 2019 പ്രയോഗം ചെയ്തതാണ്. നോർത്ത് നോക്കിയേ. അത് കഴിഞ്ഞിട്ട് അല്ല, ജമ്പടിച്ചിട്ട് ഇപ്പൊ എത്ര 6 വർഷമായില്ലേ? 9, 6, 15 6 വർഷമായി. ഇപ്പം ഈ വർഷമാണ് ഞങ്ങൾ പിന്നെ നീറിനെ കാണുന്നത്. കഴിഞ്ഞ വർഷമൊന്നും ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഗാഗുൽത്താമലയിലെ കേൾക്കുന്നത് ഞങ്ങളുടെ ക്യാമറ മുറ്റത്ത് പൂച്ചയോ ഈച്ചയോ ക്യാമറയുടെ ഫ്രണ്ടിൽ എന്ത് വന്നാലും ഈ പരിസരത്ത് എന്ത് കാല് കുത്തിയാലും ഗാഗുൽത്താമലയിലെ എന്നുള്ള ആ ക്രിസ്ത്യൻ സോങ് ഞങ്ങൾ ഇട്ടിരിക്കും. ഞങ്ങളുടെ ഫോണിൽ എല്ലാവരുടെയും ഫോണിൽ ബെല്ലടിക്കും. ആഷറിൻ്റെയും ഖത്തറിലിരിക്കുന്ന ഹസ്ബൻഡിൻ്റെയും ദൂരത്തിരിക്കുന്ന ആഷറിൻ്റെയും ഞങ്ങളുടെയും ഒക്കെ ഫോണിൽ ഇങ്ങനെ റിങ് ചെയ്യും. അതായി ബെല്ലടിക്കുന്നത്. നമ്മൾ മെസ്സേജ് ഒന്നും വന്നാൽ ഇല്ലടാ, മെസ്സേജ് ഒന്നും വന്നാൽ നമ്മൾ നോക്കത്തില്ലല്ലോ. അപ്പം ഇതുപോലെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ നോക്കുമല്ലോ പെട്ടെന്നെടുത്ത് ക്യാമറ. മെസ്സേജ് വന്നാൽ ചിലപ്പം നോക്കാൻ താമസിച്ചെന്നിരിക്കും, നമ്മൾ അറിയത്തില്ല. പക്ഷെ പാട്ട് കേൾക്കുമ്പോൾ എളുപ്പം നോക്കുമല്ലോ. അതിനാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ടിട്ടിരിക്കുന്നത്. അപ്പോൾ റിങ് ചെയ്യുമ്പം ഈച്ച, പൂച്ച, മനുഷ്യൻ, അമ്മേക്കോട്. ഇപ്പം ഞാൻ ഈ ക്യാമറയുടെ അവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ കേൾക്കുന്നത്. അങ്ങനെ വലിച്ചെറിയൽ കഴിഞ്ഞ വർഷവും ഞാൻ പറഞ്ഞു, റംബുട്ടാൻ്റെ തോട് അങ്ങനെ വലിച്ചെറിയൽ ഒരിടത്ത് കൂട്ടി കളയണം. ഇത് ഫസ്റ്റ് ഈ വർഷത്തെ കഴിക്കും നമ്മളല്ലേ. സ്തോത്രം പറഞ്ഞ് താങ്ക്സ് ലോർഡ് പറഞ്ഞ് കഴിക്കൂ. കൈ വൃത്തിയായിരുന്നല്ലോ. അല്ല, ഞങ്ങൾക്കിങ്ങനെ പൊളിച്ചെടുക്കുന്ന പോലത്തെ റംബുട്ടാന്. അപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റ് റംബുട്ടാൻ ആരൻ കുഞ്ഞാവ കഴിക്കുന്നു. കുരു ഇങ്ങ് തരൂ, ഞാൻ ഡിസ്പോസ് ചെയ്യാം. ഹാവ് ഇറ്റ്, ടേസ്റ്റ് ഇറ്റ് ആൻഡ് ടെൽ മീ ഹൗ ഈസ് ഇറ്റ്, ഹൗ വാസ് ഇറ്റ്. ഓ, പുള്ളിയുടെ വിസ്റ്റം ടൂത്ത് വരുന്നതിൻ്റെ അവിടെ വേദനയാ. മൊത്തം കഴിച്ചോ? സ്നേഹമില്ലാത്ത ആള്. എന്നാലും ആദ്യത്തെ കുറച്ച് തരണ്ടായിരുന്നു. വിസ്റ്റം ടൂത്ത് വരുന്നതിൻ്റെ പുള്ളിക്കാരന് പല്ലിൻ്റെ എവിടെയാ വേദന? കുഞ്ഞാവയുടെ പല്ല് കളിക്കുന്നേ. കാണിച്ചേ. പാവം കുഞ്ഞാവയുടെ പല്ല് കളിക്ക. എൻ്റെ കയ്ത്താ. നെക്സ്റ്റ് ഞാൻ കഴിക്കട്ടെ? വേണ്ട, ഞാൻ മുടിയൊന്നും ചെയ്യിട്ടില്ല. ഞാൻ മുടി ചെയ്യിട്ടില്ല. അച്ഛ പറയുന്ന പോലെ എടുത്താ പൊങ്ങാത്ത പാവാടയൊക്കെ ഇട്ട് നിക്കുക. അയ്യോ, നീറിനകത്ത. അപ്പോൾ ഞാനും ഈ വർഷത്തെ ഫസ്റ്റ് റംബുട്ടാൻ ടേസ്റ്റ് ചെയ്യുവാണ്. കുരുവെല്ലാം കൂടെ സ്തോത്രം. തേൻ മധുര കാണിച്ചു കൊടുത്ത ഫുള്ള് പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നേ. ഉള്ളതിനേക്കാൾ കൂടുതൽ താഴെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആരൻ ഒരു കൊട്ട വാരി അപ്പുറത്തെ റബ്ബർ തോട്ടത്തിൽ കളഞ്ഞതേ ഉള്ളൂ. അടുത്ത ഒരു കൊട്ടയാകാറായി. നോക്ക്, ഫുള്ള് പോവാ. അത് പഴുത്തിട്ടാണ് നമുക്ക് എടുത്ത് അത് കഴിക്കാം. ഇത് പച്ച പോവാ, പച്ച. അപ്പം സൂപ്പർ. 4 എണ്ണം കിട്ടി. എടുക്കൂ, അടുത്തത് പൊളിച്ച് കഴിക്കാം.
ക്യാച്ച് ചെയ്തു. അച്ചി ഷോട്ട്, അച്ചി ക്യാച്ച്. ഞെക്കുക, പൊളിക്കുക, കൈ തൂക്കുക, എടുക്കുക. അങ്ങോട്ട് കളയരുതെന്നല്ലേ എന്നോട് പറഞ്ഞത്? താഴത്തെ തൊടി എന്റെ താഴത്തെ തൊടി ഞാൻ അങ്ങോട്ടല്ലേ എറിഞ്ഞത്. കളിക്കരുത് കേട്ടോ. കുഞ്ഞു വിട്ടേക്കുന്നത് അതൊക്കെ എറിയുമ്പോ പറഞ്ഞ അങ്ങോട്ട് വീഴും. അത് അമ്മ എറിഞ്ഞാണെങ്കിലോ. താഴത്തെ ചക്ക വഴുത്തെങ്കിൽ വഴുത്തില്ല. അപ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് വൺ. ഞാൻ വൃത്തിയിലാണ് ഇരിക്കുന്നത്. അച്ഛ പറയുന്ന പോലെ എടുത്താ പൊങ്ങാത്ത ഒരു പാവാടയും. ഇത് കഴിഞ്ഞ ദിവസം വീണ പാവാടയല്ല കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ഭയങ്കര കനമുള്ള പാവാടയായിരുന്നു. ഇത് വലിയ കുഴപ്പമില്ല. നമ്മുടെ പെൺകുട്ടൻ ഫുള്ളും ഇങ്ങനെ അടത്തി തിന്നത് കുറ്റു ഇതുപോലെ കളയാം. മറ്റേത് ചീമ്പി പല്ലിന്റെ ഇടപാട് തിരും. അപ്പോൾ ഭ്രാന്തി ജോമ മുടിയൊക്കെ രാവിലെ ചീകിയതാ. പൗഡർ പിന്നെ ഞാൻ ആദ്യമേ പ്രാർത്ഥിച്ചിട്ട് ബാത്റൂമിൽ പോകുമ്പോൾ പല്ലും തേച്ചിട്ട് മുടിയും ചീകിയിട്ടാണ് ഞാൻ ഇറങ്ങി വരത്തുള്ളൂ. അടുക്കളയിൽ പോകത്തുള്ളൂ. വേർത്തിട്ട് തലയൊക്കെ ചൊറിയുന്നു. എനിക്ക് ധാരണയില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. ഇത് കണ്ടോ, വെള്ളം ഒഴിക്കാതെ ഞങ്ങള് ഇരുന്നപ്പോ ഞങ്ങളുടെ ചെടി ആ നല്ല മരം പോലെ നല്ല ബുഷായിട്ടുള്ള ആ ചെടിയില്ലേ, അത് ഫുള്ളും കരിഞ്ഞ് ഇനിയിപ്പോൾ ആയി വരുന്നുണ്ട്. എനിക്കറിയത്തില്ല. മിറ്റം മുഴുവൻ കണ്ടോ തുളസി കിളുത്ത് നിൽക്കുന്നത്. പുല്ലും തുളസി. പുല്ല് ഞാൻ കുറേ പറിച്ചതാ. ഇനി ഇതാ തുളസിയാ. അതെല്ലാം പറിച്ചിട്ട് ഇനി ഒന്ന് പ്ലാന്റ് ചെയ്യണം. അത് എവിടെ വെക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ ആയതുകൊണ്ട്, അല്ല വെയിലായതുകൊണ്ട് പ്ലാന്റ് ചെയ്താൽ ഞാൻ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് പോക്കാം. അതുകൊണ്ട് ഞാൻ മഴയുള്ളപ്പോൾ, ചാറ്റമഴയുള്ളപ്പോൾ പറിച്ച് പ്ലാന്റ് ചെയ്യും. ഇതിവിടെ ചുമ്മാ ഇങ്ങനെ കിളുത്തോളും. ഞങ്ങളുടെ വീട്ടിലങ്ങനെ തുളസി ചുമ്മാ ഇതിലെല്ലാം കിളുക്കും. ഫുൾ തുളസിയാണ്. ഞങ്ങളുടെ വീടും പറമ്പും എല്ലാം അഴുക്കായി കിടക്കുക കേട്ടോ. ഭയങ്കര ആണ്ട് വയലറ്റ് പൂ കിളുത്ത്. വയലറ്റ് പൂ ഉണ്ടായി കാണിച്ച്. സൂപ്പർ. താഴെ ഞങ്ങൾ വെച്ച വയലറ്റ് പൂ നോക്കി. നീറിനകത്തോടെ ഒന്നും ഞാൻ വരത്തൊന്നും ഇവിടെ ഇല്ല. നല്ല ബ്യൂട്ടി അല്ലേ ആ പർപ്പിൾ കളർ ഫ്ലവർ കണ്ടോ? സൂം ചെയ്ത് ഒരെണ്ണം താഴെ കിടക്കുന്നു.